അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കിച്ചൺ ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഡേ കേട്ടോ. പക്ഷെ വ്ളോഗ് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇതാ ഞാൻ വേഗം ചായ വെക്കാനുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ എണിച്ചു. ഇന്ന് കറി തലേ ദിവസത്തെ ബാക്കിയുണ്ട് കേട്ടോ. നമ്മുടെ പരിപ്പിച്ചാറുണ്ട്. പിന്നെ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതുപോലെ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം. ഫിഷും ചിക്കനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു സംഭവം ചെയ്യണം. കാരണം കിച്ചൺ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ കിച്ചണൊക്കെ ഒത്തിരി പാത്രങ്ങളും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാറ്റയുടെ ശല്യം ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കുമ്പോൾ അതിങ്ങനെ ശരിയായി വരും. ആഴ്ചയിൽ ഒരിക്കലൊക്കെ പാത്രങ്ങളൊക്കെ നമ്മൾ ഓരോ റാക്കായിട്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ മേ ബി പാറ്റകൾ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് നോക്കാം. ഇനി അങ്ങോട്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് രാത്രി കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഓരോ റാക്കിലത്തെ പാത്രങ്ങൾ എടുത്ത് കഴുകാൻ പറ്റും. അത്രയും സമയം മതി ഒന്നിച്ച്. അപ്പോൾ ഹെവി വർക്ക് ആവില്ലല്ലോ. അങ്ങനെ ഞാൻ ചായ വെച്ച് കൊണ്ടുകൊടുത്ത് ഞാനും കുടിച്ചു. റിഹാൻ എണിച്ചു വരണേ ഉള്ളൂ. അപ്പം ഞാൻ നല്ല വഴക്ക് പറയാം കേട്ടോ. പരീക്ഷ സമയത്ത് ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത് നിനക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മുഖം കണ്ടോ. ഞാൻ നന്നായി ചീത്തയും പറയും, ഫ്രണ്ട്ലി ആണ്, എല്ലാം ആണ് ഇനി കേട്ടോ. ചീത്ത പറയേണ്ട അവിടെ നന്നായി ചീത്ത പറയും. അങ്ങനെയുണ്ട്. ചിലപ്പോൾ 2 അടി കൊടുത്താലും കൊടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ വേഗം വാഷിങ്ങിന് പോയിട്ടു കേട്ടോ. ഈ അടപ്പിൽ ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ ഇരുന്നതാ. പിന്നെ ഞാനങ്ങ് ഒഴിച്ചെടുത്ത് വാഷിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം ചെയ്യാം. ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ മല്ലിയിലയൊക്കെ എടുക്കണം. ഇന്നലെ മിന്നാന്ന് ഉപ്പിയും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. തേങ്ങ അപ്പം നമ്മളിവിടെ മേടിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടൊരു കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ ഗ്രീൻ പീസ് കുറുമയൊക്കെ. അപ്പം നമ്മളിതാ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പം നമ്മുടെ ഇന്നലത്തെ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇനിയും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാനിതാ കഴുകി എടുത്തിട്ടുണ്ട്. വലിയുള്ളിയിൽ ഭയങ്കര കറുപ്പുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കറുപ്പ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കട്ട് ചെയ്തു. അയൻകുട്ടി യൂണിഫോമൊക്കെ മാറ്റി വന്നു കുളിച്ച് റെഡിയായിട്ട്. അങ്ങനെ തലേദിവസം വെള്ളത്തിലിട്ട ഗ്രീൻ പീസ് നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. വലിയുള്ളിയും തക്കാളിയും മല്ലിയില പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു തക്കാളിയെ ചേർത്തിട്ടുള്ളൂ. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇച്ചിരി വലിയ ജീരകം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല. ഞാനിപ്പോൾ കടല ഗ്രേവിക്ക് വേണ്ടിയിട്ടൊരു മസാല മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തു. ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു. എനിക്കിങ്ങനെ ചിക്കൻ മസാല അതുപോലെ തന്തൂരി മസാല ഇങ്ങനത്തെയൊക്കെ വെജിറ്റബിളിലോട്ട് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ടോ? പിന്നെ ഇച്ചിരി ഓയിലും അതുപോലെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. ഞാനിവിടെ ഒരു 5 വിസിലോളം അടുപ്പിച്ചെടുത്തു. ഗ്രീൻ പീസ് കറക്റ്റ് വേവാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് വെന്തുടഞ്ഞില്ല. ഗ്രീൻ പീസ് ഒരുപാട് വെന്തുടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയായിട്ട് ഇങ്ങനെ കറിയിൽ കിടക്കും. അപ്പോൾ ഒത്തിരി വെന്തുടയും വേണ്ട. ഞാൻ അവിടെ അടച്ചു വെച്ചിട്ട് വേഗം പോയി അടിച്ചു വാരിട്ടോ. മുന്നിലൊക്കെ ഒന്ന് മോന് കടയിൽ പോയിട്ട് വന്നതാ. അപ്പം ഞാൻ ഇത്രയും പോർഷൻ അടിച്ചു വാരിയിട്ട് ഈ ലാസ്റ്റ് ടൈമിൽ പോയിട്ട് ഫോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മിനിറ്റ് തന്നെ ഈ വീഡിയോ ഉണ്ടാവും, ഈ അടിച്ചു വാരുന്ന വീഡിയോ. അതിനെ ചുരുക്കി കൊണ്ടുവന്നാൽ 5-4 മിനിറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കാറ്റും വീശുന്നുണ്ട്, നല്ല കാറ്റാണ് ഇപ്പോൾ. അതുകൊണ്ട് തൊടിയൊന്നും ഫുള്ളായിട്ട് എനിക്കിപ്പോൾ അടിച്ചു വരാൻ പറ്റുന്നില്ല. ഇനി നാളെ അടിച്ചു വരണം. അത് മാത്രമല്ല 3 ദിവസം ഉള്ളിൽ ക്ലീനിങ് ആയിരുന്നു. അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും വിസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സോയ ഒന്ന് വെള്ളത്തിലിട്ട് എടുക്കുന്നുണ്ട്. സ്കൂളിലോട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിലിട്ടതാണ്. പക്ഷേ സമയം കിട്ടിയില്ല അതുണ്ടാക്കാൻ. നമ്മുടെ ഗ്രീൻ പീസ് റെഡിയായി. പിന്നെ ചോറൊന്നും വെച്ചില്ല കേട്ടോ. ഞാൻ മോനിക്ക് ഇടിയപ്പം തന്നെ ആക്കി കൊടുക്കാൻ വിചാരിച്ചു. നമുക്ക് കുറുമയിൽക്ക് തേങ്ങ വേണമല്ലോ. അപ്പം അതൊന്ന് അരച്ചും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ഇടിയപ്പം കൂടെ ഒന്ന് സെറ്റാക്കുക. എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇടിയപ്പം എങ്ങനെയാണ് സ്മൂത്തായിട്ട് കിട്ടുന്നതെന്നുള്ളത്. ഈ ഒരു പൊടിയാണ് കേട്ടോ മേടിക്കാൽ, അജ്മീയുടെ. പിന്നെ വെള്ളം വെട്ടി തിളക്കും ചെയ്യും. എന്നിട്ട് ഉപ്പിട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
ഞാൻ ഉർവശിയുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് കേട്ടോ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടിയാണ് ഉർവശി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൽപ്പന ചേച്ചിയും ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം എന്തായാലും മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒട്ടാത്ത വിധം നമ്മൾ അങ്ങനെ ആക്കണം കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഈ അടയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കൂലേ, ഇലയടക്ക ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ ഒഴിച്ചാൽ മതി. പിന്നെ തട്ടിൽ ഇതാ എണ്ണ തടവി എടുത്തിട്ടുണ്ട്. മാവ് ഇപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ കുഴച്ചിട്ടില്ല. ഇത്തിരി ചൂടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഈ ഒരു ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടു. പിന്നെ രഞ്ജിനി ഹരിദാസ് അല്ലേ, എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഇപ്പോൾ ഒന്നുകൂടെ ഇഷ്ടം കൂടിട്ടോ രഞ്ജിനി ഹരിദാസ്. ഭയങ്കര അടിപൊളിയാണ് അല്ലേ മുപ്പത്തിയാറ് ലൈഫ്. മുപ്പത്തിയാറ് എന്നെ അങ്ങ് എക്സ്പ്ലോർ ചെയ്ത് ചൂസ് ചെയ്ത് തനിയെ ജീവിക്കാം എന്നുള്ള ഒരു ഇതിലോട്ട് ഈ ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. നീ അതായത് ഓരോരുത്തർക്ക് ഫാമിലി ലൈഫിൽ ഓരോ അനുഭവങ്ങളായിരിക്കും. അപ്പം നമുക്കത് പിന്നെ ചർച്ച ചെയ്യാം. ഞാൻ എന്തായാലും ഇതിൻ്റെ റെസിപ്പി പറയാം. കുക്കർ തുറന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും വലിയുള്ളിയും തക്കാളിയൊക്കെ ഉടഞ്ഞ് അതിലോട്ട് ചേർന്നിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ചത്, വെറും തേങ്ങ അരച്ചതാണ് കേട്ടോ, വേറെ ഒന്നും ആക്കിയിട്ടില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറിയുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പോ മല്ലിയില കൊത്തിയരിഞ്ഞൊക്കെ ചേർക്കാം കേട്ടോ. ഈ കുക്കറിന് കിട്ടിയ അടപ്പാണ് കേട്ടോ. അത് 3 അടപ്പുണ്ടായിരുന്നു. ഇതിൽ ചോറ് ഊറ്റുന്നത് 1, പിന്നെ കറികൾ വെക്കാൻ, പിന്നെ കുക്കർ വിസിലടിപ്പിക്കാനുള്ളത്. അങ്ങനെയാണ് 3 in 1 എന്ന് പറയില്ലേ, അങ്ങനത്തെ കുക്കറാണ്. പ്രസ്റ്റീജിൻ്റെ ആണ് ഇത്. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം പ്രോഡക്റ്റ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ മോൻക്ക് ഞാൻ താളിക്കണതിന് മുമ്പേ കൊടുത്തു, കാരണം സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അവിടെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉള്ളിയൊക്കെ താളിച്ചത്. ഇത്തിരി കൂടി കറുപ്പിക്കണം, പക്ഷെ എനിക്ക് ഒത്തിരി കറുത്ത് പോയി കഴിഞ്ഞാൽ കരിഞ്ഞാലോ എന്നുള്ളൊരിതാണ്. പിന്നെ വേഗം അവൻ്റെ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ ഇടിയപ്പം തന്നെ ആക്കും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം അല്ലെ ഉച്ച മുതലുള്ള വീഡിയോസ് ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. കിച്ചൺ ക്ലീനിങ് ഞാൻ വ്ളോഗ് എടുത്തിട്ടേ ഇല്ല കേട്ടോ. നടക്കൂല, ക്ലീനും അതിൻ്റെ ഇടയിൽ വ്ളോഗ് എടുക്കലും കൂടെ നടക്കൂല. അത്രയും ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് കിച്ചണ്. നമുക്കിങ്ങനെ പുറമേന്ന് കാണുമ്പോൾ ഒരു അഴുക്കില്ലല്ലോ, അടുത്ത ആഴ്ച നോക്കാം എന്ന് പറഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങളും കഴിഞ്ഞു. അപ്പൊ ഇനി നിന്നാൽ ശരിയാവൂല എന്ന് എനിക്ക് തന്നെ തോന്നിട്ടോ. കാരണം നമുക്ക് കിച്ചണിൽ പോകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഇല്ലെങ്കിൽ പിന്നെ കുക്ക് ചെയ്യാനും ഒന്നും ഒരു മൂഡ് ഉണ്ടാവില്ല അല്ലെ. അവിടെ അയൻകുട്ടി പോയ ശേഷമാണ് പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി വന്നത്. ഞങ്ങളുടെ അതിൻ്റെ ഇടയിൽ ഞാൻ കംപ്ലീറ്റ് ഇടിയപ്പം ചുട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റത്തെ ആവിയാണ് കേട്ടോ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ട്. അപ്പൊ റിഹാൻക്ക് 1:30 എക്സാം ഉള്ളത്. ഇനിയിപ്പോ ഇതാ ഈ വ്ളോഗ് ഇറങ്ങണ ദിവസം അവനിക്ക് എക്സാം ഉണ്ട്, മാത്സ് ആണ്. എന്താവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാ ഞാൻ വേഗം ഇടിയപ്പം വെന്തത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കാസറോളിലോട്ട് മാറ്റണം. അതിനുശേഷം ഞാൻ ഇന്ന് കിച്ചൺ ക്ലീൻ ചെയ്യാൻ നിൽക്കാൻ ഏകദേശം 10:30-11 മണിയായിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം കഴിഞ്ഞ് ഉള്ളിലൊക്കെ അടിച്ചു വാരിയിട്ട് ഞാൻ നിൽക്കുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവിടെ അടിച്ചു വാരി എടുക്കും, എന്നിട്ടേ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ബാക്കിയുള്ളവിടെയൊക്കെ വൃത്തിയായിട്ട് നമുക്ക് കിച്ചൺ മാത്രമല്ലേ പിന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അവൻ ആദ്യം ചപ്പാത്തിയുടെ ഇത് തുറന്നതാണ്, കിട്ടിയില്ല. ചൂട് കയ്യിൽ കേട്ടോ, ചൂടടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ ചായ എല്ലാം വെക്കണം. കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ. ഇന്ന് ഞാൻ ഒത്തിരി പാത്രങ്ങൾ കഴുകി, പക്ഷെ എല്ലാം കഴുകി നീറ്റാക്കി അവിടെ വെച്ചപ്പോൾ ഭയങ്കര ഒരു സമാധാനമുണ്ട്, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. കിച്ചണിൽ ഞാൻ ഒരുപാട് സ്പേസ് ഉണ്ടാക്കിയെടുത്തു. ഇനി ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ സ്പേസ് ഇങ്ങനെ കമ്മിയായി വരും. കാരണം നമ്മൾ എന്തെങ്കിലും വലിച്ചെടുത്താൽ അത് അപ്പുറത്ത് വയ്ക്കും ഇപ്പുറത്ത് വയ്ക്കും. ഇപ്പൊ വെച്ച പോലെ ഒന്നും ആയിരിക്കില്ല സ്ഥാനം. എനിക്ക് പിന്നെ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ഓരോ പൊസിഷൻ ഇങ്ങനെ മാറ്റണം, ഒരു ചേഞ്ച് എന്തെങ്കിലുമൊക്കെ വരുത്തണം. എന്നാൽ മാത്രമേ നമുക്ക് കിച്ചണിലോട്ട് പിറ്റേ ദിവസം കയറി പോകുമ്പോൾ കിച്ചൺ ഒരു ഫ്രഷ് ആയ ഒരു ഫീൽ കിട്ടുള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. ഇനി എനിക്ക് പാത്രം വെച്ച ആ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ കിച്ചണിൽ ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ. പിന്നെ ഷോക്കേസുകളുണ്ട് കേട്ടോ. ഹാളിലത്തെ 2 ഷോക്കേസ് ക്ലീൻ ആക്കാനുണ്ട്.
കുട്ടികളുടെ റൂമത്തെ കബോർഡ് ക്ലീൻ ആക്കാനുണ്ട്. എൻ്റെ റൂമത്തെ കബോർഡിൽ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കണോണ്ട് പ്രശ്നമില്ല. എന്നാലും 2 തട്ട് എങ്ങാണ്ടോ ഉണ്ട് കേട്ടോ. അതൊക്കെ എങ്ങനെ ഓരോ ദിവസം ഒരു അരമണിക്കൂറൊക്കെ നിന്നാൽ ക്ലീൻ ആക്കേണ്ട ഒരു സംഭവമേ ഉള്ളൂ. എന്നാലും മൊത്തത്തിലൊരു ഫ്രഷ് ആയ പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കഴിക്കൽ കഴിഞ്ഞ് ബാക്കിയുള്ള കറി ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അടപ്പുള്ള പാത്രങ്ങളൊന്നും ഞാൻ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാറില്ല. ഇനി മുതൽ അങ്ങനെയൊക്കെ ചെയ്യണം. ഒത്തിരി പുത്തൻ പാത്രങ്ങളുണ്ട്. ഇനി അതിനെയൊക്കെ പുറത്തെടുക്കണം എനിക്ക്. പിന്നെ ഇതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ടേബിൾ തുടച്ചിരുന്നില്ല, അതിനേക്ക് ഒന്ന് പോയി തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളച്ച് ഞാൻ അതിലോട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയോ സംസാരിക്കുന്നു, ചിരിക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ. ചിരിയും സംസാരമൊക്കെ പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കാര്യമാണ്. അങ്ങനെ ഇതാ വെള്ളം തിളച്ചപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇതുപോലെ എന്താ പറയുക, ചായപ്പൊടി ഇട്ട് വെച്ചു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ഇങ്ങനെ ഡ്രസ്സൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ഈ ഷോളുകളുടെ ഒരു കളക്ഷൻ തന്നെ എനിക്കുണ്ടെന്ന് എനിക്ക് സ്വയം റിയലൈസ് ചെയ്തൊരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം കാണിക്കാം കേട്ടോ എൻ്റെ കയ്യിൽ എത്ര വെറൈറ്റി, എത്ര കളേഴ്സ് ഷോൾ ഉണ്ട് എന്നുള്ളത് ഒരു ദിവസം കാണിക്കാം. ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ ഇത്രയും ഷോൾ എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളത് ആലോചിച്ചു. ഒക്കെ ഞാൻ യൂസ് ചെയ്യണ തന്നെയാണ്, എന്നാലും സ്റ്റിക്കർ പൊട്ടിക്കാത്ത ഉണ്ട് തോന്നുന്നു അതിൽ. അപ്പം ഞാൻ വേഗം ചായയൊക്കെ സെറ്റാക്കി ചായ ഒഴിച്ച് ഇനി ചായ എല്ലാം കുടിച്ച് പിന്നെ ഉള്ളിലൊക്കെ നടിച്ചു വാരി. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഈ ആശാരി വർക്ക് ഉണ്ടാവില്ലേ, ഈ ടേബിളിൻ്റെ ചെയറിൻ്റെ ഒക്കെ കാല് ജസ്റ്റ് ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ ആൾക്കാർ വന്നിരുന്നു. നമ്മളിവിടെ ഈ ചെയറും ടേബിളും ഒക്കെ എപ്പോഴും ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ഉണ്ട്, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ടേബിൾ ഷീറ്റ് മാറ്റിയപ്പോൾ ആ ടേബിളൊക്കെ ഉണ്ടല്ലോ പുത്തനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ലാണ്ട് പണ്ടത്തെ മരങ്ങളുടെ ഒരു അതാണ് തോന്നുന്നു കേട്ടോ. കേടൊന്നും വരാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ വേഗം പോയി അടിച്ചു വാരി ഞാൻ സോയ മസാലയും കൂടെ കൂട്ടി വെച്ചു കേട്ടോ. പെട്ടെന്ന് ഇനിയിപ്പോൾ ഉപ്പേരി ഇതൊന്നും വെക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിൽ കുതിർത്തിയ സോയ ഒന്ന് കഴുകിയിട്ട് ഞാൻ ഒരു ഇതിലോട്ട് മാറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു കബാബ് മസാല എടുത്തിട്ടുണ്ട്. ചിക്കനിലോട്ടാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിലോട്ട് ഇച്ചിരി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ മതി, നിങ്ങളുടെ ഓപ്ഷനാണ്. കബാബ് മസാലയാണെങ്കിൽ അത് മാത്രം മതി. പിന്നെ ഉപ്പും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട് കൊടുത്ത്, കസൂരി മേത്തി ഇല്ലാത്ത പരിപാടി ഇപ്പം എനിക്കില്ല, അത്രയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് ഫ്രീസറിലാണ് വെക്കുക, പുറത്ത് വെച്ചാൽ കേടുവരും. അങ്ങനെ പകുതി ഇട്ട് കൊടുത്തു. മസാലയിൽ നിന്ന് തിരുമിയപ്പം അത്യാവശ്യം മസാല ഇതിലുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഞാനത് ഫുള്ളും ഇട്ട് മസാല കൂട്ടി അവിടെ വെച്ചു. ഇനി കുറച്ച് നാളെ എടുത്തിട്ട് അതുകൊണ്ട് ഒരു സോയ റൈസ് പോലെ ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്കൊക്കെ പാക്ക് ചെയ്യാൻ പറ്റിയ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അടച്ചു വെച്ചു. പിന്നെ ഇങ്ങനെയായിരുന്നു നമ്മുടെ കിച്ചന്റെ കോല കേട്ടോ. ഇതിപ്പോ ക്ലീൻ ആക്കിയാലും നിങ്ങൾക്ക് കാണുമ്പോൾ അത് ക്ലീൻ ആയ പോലെ തോന്നൂല. ഇത് ക്ലീൻ ആക്കിയതല്ല, ഇനി ക്ലീൻ ആക്കിയ ശേഷം ഞാൻ കാണിക്കാം. ഇവിടെയൊക്കെ ഫുള്ള് കച്ചറായിട്ട് കിടക്കുകയായിരുന്നു. അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് അതിന് ശേഷം 10:30 മുതലാണ് ഞാൻ ക്ലീനിങ്ങിന് നിന്നത്. ഏകദേശം 3:30 വരെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സമയമെടുത്താലും എനിക്ക് മനസ്സിന് ഭയങ്കര തൃപ്തിയായിട്ടോ. ഓവൻ അവിടെ കയറ്റി വെച്ചു. ബിക്കോസ് ഓവൻ എനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ഒരു പ്രാവശ്യം പൊട്ടിത്തെറിച്ചു കേട്ടോ. ഞാനൊരു സാധനം അതിൽ പോപ്കോണോ എന്തോ ഉണ്ടാക്കിയപ്പോൾ ഉള്ളുന്ന് പുകയും അതും ഇതൊക്കെ. അപ്പോൾ ഓവൻ വേണ്ടവർക്ക് ആ സമയത്ത് എടുക്കാം. അങ്ങനെ ഇവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പഴയ അടുക്കളയാണ് കേട്ടോ. ക്ലീൻ ആക്കിയാലും അത്രക്ക് അറിയൊന്നുമില്ല. എന്നാലും എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര തൃപ്തിയായിട്ടോ എല്ലാം കഴിഞ്ഞപ്പോൾ. ഇനി നാളെ രാവിലെ പോയിട്ട് കുക്ക് ചെയ്യാൻ നമുക്ക് പൊതുവേ ഒരു പോസിറ്റീവ് എനർജി വരും. അതുപോലെ കപ്പും കാര്യങ്ങളൊക്കെ ഇതുപോലെ ട്രെയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. എന്തായാലും ലൈക്ക് ചെയ്യണേ.